ഹലോ, ഇന്ന് ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയും ഏട്ടനും കൂടെ വന്നിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവരുടെ കൂടെ ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു. ഒറ്റപ്പാലം, പട്ടാമ്പി, മരുതൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോവായിരുന്നു. ഹരിയേട്ടൻ്റെ പെങ്ങളെ ദുർഗേച്ചിയുടെ ഹസ്ബൻഡ് വിശ്വേട്ടൻ. അപ്പോൾ അവരുടെ കൂടെ അവരുടെ കാറിലായിരുന്നു ഞങ്ങൾ പട്ടാമ്പിയൊക്കെ ഒന്ന് കറങ്ങാൻ പോയത് കേട്ടോ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ കാറിലിരുന്നിട്ട് ഇങ്ങനെ മഴ കാണാൻ നല്ല രസമല്ലേ. ആ വൈപ്പറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഗ്ലാസ്സിൽ മഴത്തുള്ളികൾ വീഴുന്നതും അത് നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് പകർത്തിയതാട്ടോ. പോകുന്ന വഴി ഇങ്ങനൊരു സംഭവം കണ്ടു കേട്ടോ. ഇത് റോഡിൽ കുഴിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. പോകുന്ന വഴി പട്ടാമ്പിയിൽ പിഷാരഡീസ് വെജ് റെസ്റ്റോറൻ്റ് എന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് കേട്ടോ. അപ്പം ഞാനൊരു ബിരിയാണിയും ചേച്ചി ഏട്ടനും വിശ്വേട്ടനും ഒക്കെ സദ്യയാണ് കഴിച്ചത്. ഞാനൊരു വെജ് ബിരിയാണി കഴിച്ചു. പിഷാരഡീസിലെ ബിരിയാണി ആണെങ്കിലും സദ്യ ആണെങ്കിലും പിന്നെ മസാല ദോശ, റോസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചിയുടെ ഏട്ടൻ്റെയൊക്കെ കൂടെ പുറത്തു പോകുമ്പം പിഷാരഡീസിൽ തന്നെയാണ് ഞങ്ങൾ കഴിക്കാറ്. ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു ഷോറൂം ഉണ്ട്, ടൈൽ ഷോറൂം ഉണ്ട് അവിടെ. അപ്പോൾ അയാളെ കണ്ടപ്പോൾ അവരുടെ ഷോറൂമിൽ ഒന്ന് കയറി ഷോറൂമൊക്കെ ഒന്ന് കണ്ടിട്ട് പോന്നു. ടൈൽസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് എല്ലാം ഒരു ഷോറൂമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ചുറ്റി നടന്ന് കണ്ടിട്ട് പോന്നു. ടൈൽസ് മാത്രമല്ല, സിങ്ക്, അതുപോലെ വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പട്ടാമ്പി തന്നെയാണ് കേട്ടോ ഈ ഷോറൂം ഉള്ളത്. ചെറിയൊരു ഗ്രാമഫോൺ അവരുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു.
വന്നല്ലോ വനമാല. ഇത് ഏതായി സുന്ദരിക്കുട്ടി? നിങ്ങൾക്കറിയോ ഇവളെ? കണ്ണാടി എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ അവിടെ നിൽക്കും. ഷോറൂം എല്ലാം കണ്ടു. ഞങ്ങൾ ഇറങ്ങിനി നേരെ പോകുന്നത് ഹരിയേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ദുർഗ ചേച്ചിയുടെ വീട്ടിലേക്കാണേ. വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലം. ഇത് ആ പാടത്തിൻ്റെ അറ്റത്തൊരു അമ്പലം കാണാം കേട്ടോ. മരുതൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ ദുർഗ ചേച്ചിയുടെ അവിടെ എത്തി. ഞാൻ ആദ്യം കാണാൻ പോയത് ഇയാളെയാണ് കേട്ടോ. റോക്കി എന്നാണ് പേര്. ഒരു കുഞ്ഞു പാപ്പുണ്ണി. റോക്കി എന്ന് വിളിച്ച വിളി കേൾക്കും ഗംഭീരമായിട്ട്. അവിടെ എത്തി. 4 മണി ഒക്കെ ആയപ്പോൾ ദുർഗേച്ചി കാപ്പിയൊക്കെ ഇട്ടു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കായ വറുത്തൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്താ വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. അതാണ് ദുർഗ ചേച്ചി. ഹരിയേട്ടൻ്റെ ചേച്ചിയാണ് ദുർഗ ചേച്ചി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ദുർഗ ചേച്ചിയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. റോക്കി എവിടെ? റോക്കി എവിടെയാണ്? നിന്റെ അപ്പം ഒന്നും മിണ്ടാത്ത റോക്കി കുറ്റോ അപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞാപ്പും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. റോക്കി എങ്ങനെയുണ്ട് നമ്മുടെ റോക്കിക്കുട്ടൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും അവനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓട്ടോയിലാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വീട് ലക്ഷ്യമാക്കി ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മാങ്ങോട് എന്ന സ്ഥലത്ത് അവിടെ ഗ്രീൻ ലീഫിൻ്റെ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് മസാല ദോശയൊക്കെ വാങ്ങി രാത്രിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വീട്ടിൽ. അങ്ങനെ അതും വാങ്ങി വീട്ടിലേക്ക് പോയി. ഇവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുപ്പശ്ശേരി പാലക്കാട് റോഡിൽ മാങ്ങോട് എന്ന സ്ഥലത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ചാ.